ഇതാണ് വയനാട് ജില്ലയിൽ CC എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ശ്രീപുരം ശ്രീ മഹാദേവ ക്ഷേത്രമുണ്ട്. ഇത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്ന റോഡാണ്. ഇത് മാനന്തവാടിക്ക് പോകുന്നത്. ഇതിൻ്റെ അടുത്താണ് നമ്മുടെ ദിവേട്ടൻ്റെ വർക്ക്ഷോപ്പ് കേട്ടോ. നമ്മുടെ ദിവേട്ടൻ്റെ ഷോപ്പിൻ്റെ അടുത്തുള്ളതാണ്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജെയിംസ്. ജെയിംസ് അല്ലേ? ആദ്യം തുടങ്ങി രവീനെ അറിയുന്ന ഞങ്ങൾ. അപ്പൊ പുള്ളി ആദ്യം തുടങ്ങിയിട്ട് ഇങ്ങനെ പണി അറിയുന്ന നല്ല ഒരു പണിക്കാരനാണ്. അപ്പൊ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്നതാണ്. വാഗേരി എടുത്ത വീട്. പുള്ളിയുടെ പണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ അതിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അയാള് ഉണ്ടാക്കിയ സാധനം അതിന്റെ പേരെന്താ പറഞ്ഞ treadmill. അതില് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആഷ്ലി. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വയനാട് CC എന്നൊരു സ്ഥലത്താട്ടോ. ഇവിടെ നമ്മുടെ ഒരു രവേട്ടൻ്റെ ഒരു കണ്ടുപിടുത്തമുണ്ട്. നമ്മളെപ്പോലത്തെ ആൾക്കാർക്കുള്ള ഉപകാരപ്രദമായ ഒരു കണ്ടുപിടുത്തമാണ്. നമ്മളിപ്പം അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ രവേട്ടൻ്റെ കട കേട്ടോ. രവേട്ടൻ്റെ വർക്ക്ഷോപ്പാണത്. ഇത് നമ്മുടെ CC. രവേട്ടാ നമസ്കാരം. നമസ്കാരം. ഇതാണ് നമ്മൾ പറഞ്ഞ ഒരാൾ, രവേട്ടൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. അത് നമ്മളെപ്പോലത്തെ ആൾക്കാർ ഉപകാരപ്രദമായ ഒരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ എന്തായാലും നമ്മളത് കാണണം, കണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. രവേട്ട എന്തൊക്കെ വിഷയം? സുഖം തന്നെയല്ലേ? സുഖം തന്നെയല്ലേ? ഇവിടെ തിരക്കിലാണ്. നമുക്ക് വേണ്ടി കുറച്ച് സമയം അനുവദിച്ചിട്ടുണ്ട്. ഒരുപാട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെയറിൻ്റെ ആണ്, തേക്കിലാണിത്. തേക്കല്ലേ ഏട്ടാ? മരം അതല്ലേ? തേക്കിലാണ്. അടിപൊളി വർക്കൊക്കെയാണ് ഇവിടെ. ഇത് നമ്മുടെ ഒരു വേറെ സുഹൃത്താണ്, ഉണ്ണി അല്ലേ? ഉണ്ണി. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇവിടെ ഇത് ഉണ്ടാക്കിയിട്ട് എത്ര വർഷമായി ഇപ്പോൾ? ഇതിപ്പോ ഞാനൊരു മൂന്നാഴ്ചയായിട്ട് ഉണ്ടാക്കിയുള്ളൂ. മൂന്ന് നാല് വർഷമായി, അതായത് കൊറോണയ്ക്കൊക്കെ മുമ്പ്. അപ്പോൾ അതിനകത്ത് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിച്ച് അതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചെയ്ത വർക്കായത്. ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫൈബർ വീൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ബോൾ ബയറിംഗ് ഉണ്ട്. അപ്പോൾ ബോൾ ബയറിംഗ് ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വേഗത കിട്ടും, നല്ല കുറച്ചുകൂടെ ഒരു സ്മൂത്തായിട്ട് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഓടാൻ പറ്റും. അതാണിപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി. പിന്നെ ഇതിന് ഈ ബോൾ ബയറിംഗ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 13,000 രൂപയാണ് ചിലവ് വരുന്നത്. ബോൾ ബയറിംഗ് അല്ല, ഫൈബർ വീലിന്. അതെ, ബോൾ ബയറിംഗ് ആകുമ്പോൾ നമുക്കൊരു 15 രൂപയോളം ചെലവ് വരും. ഓർഡറൊക്കെ ഒരുപാടുണ്ട്. എല്ലാവരോടും ഇപ്പോൾ ഒരു മാസം ആഗസ്റ്റ് അവസാനത്തോടു കൂടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരെണ്ണം നമ്മൾ ചെയ്ത് കൊടുത്തു. കോഴിക്കോട് നിന്ന് അവർ വന്നിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതെ അതെ, ഒന്നും വേണ്ട. അതെ അതെ, നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഓടുക, നടക്കുക, എല്ലാ കാര്യങ്ങളും ഇതിൽ ഈ ഒറ്റ മെഷീനിൽ നടത്തും, ചെയ്യാം. കറണ്ട് വേണ്ട. പിന്നെ നമുക്കിത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. നന്നായിട്ട് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചല്ല വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ പിന്നെ മരമാണെങ്കിലും നല്ല ഉറപ്പും ബലമുള്ള നല്ല മരം. ഒരു 150 കിലോ ഉള്ള ആൾ കയറിയാലും ഒടിഞ്ഞു പോകുകയല്ല, കുത്തം പിടിക്കൂല, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. ട്രെഡ്മില്ലാണ്, മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. ഇതെന്ത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മളിതിനകത്ത് കുന്നി, വേങ്ങ, ചടച്ചി, ചെമ്പകം, അങ്ങനെയുള്ള മരങ്ങളുണ്ട്.
ഫൈബറിന്റെ വീലല്ലേ? ഇതൊരു ഫൈബറിന്റെ വീലാണ്. ഫൈബറിന്റെ അതെ അതെ. ഇതൊക്കെ നട്ടുബോൾട്ടൊക്കെ ആണ്, പക്ഷെ ഇത് എല്ലാം കവർ ചെയ്യും അല്ലേ? കൊടുക്കുമ്പോൾ എല്ലാം വൃത്തിയാക്കി കൊടുക്കും. എല്ലാം ഇതിപ്പോ നമ്മള് ഇവിടേക്ക് ഇടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നാലൊന്ന് കാണുകയും ചെയ്യാം, അങ്ങനെ ചെയ്തിട്ട്. സ്വന്തം ഉപയോഗത്തിനാണോ? ഇത് സ്വന്തം ഉപയോഗത്തിന് ചെയ്തതാ. ബോൾ വയറിംഗ് ആണേല് ഭയങ്കര സുഖം. നല്ലൊരു സംഭവം തന്നെ കേട്ടോ. നമ്മുടെ ആരോഗ്യം കുറച്ചേരം തന്നെ കിടച്ചിട്ടോ. നമ്മുടെ രവിയേട്ടൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്യുക ഈ നമ്പറിൽ. അപ്പൊ തന്നെ ഒരുപാട് ഓർഡറൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട്. എന്താണ് ഡോഗുകൾക്ക് അല്ലേ? ഡോഗുകൾക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഒരു അടിപൊളി സാധനമാണെന്ന് പറഞ്ഞു കേട്ടോ. ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും അത് അല്ലേ? നമ്മുടെ ബെയറിംഗ് ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ. ശരിക്കും 2 മെഷീൻ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് അവർ ഓർഡർ ചെയ്ത ആൾക്കാർ കൊണ്ടുപോയി. അത് കുറച്ചും കൂടെ സ്മൂത്ത് ആയിരുന്നു അല്ലേ? അപ്പം നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും നല്ല സാധനമാണ്. അതുപോലെ തന്നെ ഡോഗിന് അങ്ങനെയുള്ള ഉപയോഗത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ രവിയേട്ടനെ കോൺടാക്ട് ചെയ്യുക. രവിയേട്ടാ, താങ്ക് യു.